ജമ്മുകശ്മീരിൽ സൈന്യവും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ സൈന്യം വധിച്ചു. കുൽഗാമിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. പ്രദേശം വളഞ്ഞ സൈന്യം തെരച്ചിൽ തുടരുകയാണ്. പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജിൽബി ചേരുന്നുണ്ട്. ജിൽബി, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് സൈന്യത്തിൻ്റെ എന്തെങ്കിലും വിശദീകരണം വന്നിട്ടുണ്ടോ? സാധാരണ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഈ ഏറ്റുമുട്ടൽ ഉണ്ടായതിന് പിന്നാലെ ഇപ്പോൾ സൈന്യം തെരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ്. പ്രദേശത്ത് സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. അതായത് കുൽഗാമിലാണ് ഇത്തരത്തിൽ ഏറ്റുമുട്ടലുണ്ടായത്. ഈ ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ സൈന്യം വധിച്ചിട്ടുണ്ട്. റെഡ്വാണി മേഖലയിൽ ഭീകരരുടെ രഹസ്യ സാന്നിധ്യമുണ്ടെന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സൈന്യം തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. അതിനിടെയാണ് ഈ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും സൈന്യം ഭീകരരെ വധിക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ സുരക്ഷ ശക്തമാക്കി കൂടുതൽ ഭീകരർ ഒളിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ സൈന്യം തിരച്ചിൽ തുടരുകയാണ്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസമായിരുന്നു പൂഞ്ചിൽ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ഒരു ഭീകരാക്രമണം ഉണ്ടാവുകയും അതിൽ ഒരു വ്യോമസേന ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടുകയും 4 വ്യോമസേന ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിലെ ഭീകരരെ ഇപ്പോഴും കണ്ടുപിടിക്കാനായിട്ട് അതിനുള്ള അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. 4 ദിവസത്തിലേക്ക് അത് കടന്നിട്ടുണ്ട്. ഇതിനിടെയാണ് ഇപ്പോൾ വീണ്ടും ജമ്മു കാശ്മീരിൽ ഇത്തരത്തിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ കുൽഗാമിലാണ് സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. 3 ഭീകരരെ വധിച്ചു. പ്രദേശം വളഞ്ഞ് സൈന്യം ഇപ്പോൾ തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ശരി, കശ്മീരിൽ 3 ഭീകരരെ വധിച്ചുവെന്ന് ഏറ്റുമുട്ടലിൽ വധിച്ചുവെന്ന് സൈന്യം. വിവരങ്ങളാണ് ജിൽബി നൽകിയത്.